നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. 28/4/2026 ചൊവ്വാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുതിക്കുകയാണ്. അതേസമയം സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 65 രൂപ, ഒരു പവൻ്റെ മുകളിൽ 520 രൂപയാണ് ഇന്ന് വൈകിട്ട് കുറഞ്ഞത്. 22 ക്യാരറ്റ് 14,025, ഒരു പവന് 1,12,200 അതുപോലെ 24 ക്യാരറ്റ് 15,300, ഒരു പവന് 1,22,400 അതുപോലെ 18 ക്യാരറ്റ് 14,475, ഒരു പവൻ 91,800 ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിയാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില കുതിച്ചിരിക്കുന്ന റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS 4 കിലോ 255, RSS 5 കിലോ 251, ISN 20 206, ലാറ്റക്സ് 60% യാസിൽ 159 രൂപ 55 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം മാർക്കറ്റ് വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 255, RSS 5 കിലോ 241. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 230. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 264 രൂപ 96 പൈസ, RSS 5 കിലോ 264 രൂപ 52 പൈസ. ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില. രാവിലത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനി ടാപ്പിംഗ് ചെയ്യാനുള്ള സൂചനയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. കാരണം ചെറിയ ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അങ്ങോട്ട് മഴയൊക്കെ പെയ്ത് ഭൂമി തണുത്തതിന് ശേഷം വീണ്ടും ടാപ്പിംഗ് പുനരാരംഭിക്കാമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ടാപ്പിംഗ് ചെയ്ത് തുടങ്ങിയാൽ ഷീറ്റ് കൊടുത്താൽ നമുക്ക് നല്ല പ്രയോജനമില്ലെങ്കിലും ചെറിയ ലാഭമൊക്കെ കിട്ടും. നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് വാഹനം റോഡിലിറങ്ങുമ്പോൾ ചില പിഴവുകളൊക്കെ സംഭവിക്കും. അങ്ങനെ പെനാൽറ്റി വരാറുണ്ട്. കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തിയ ചെല്ലാൻ തീർപ്പാക്കൽ പദ്ധതി ഏപ്രിൽ 30 അവസാനിക്കുന്നു. ഇനി 2 ദിവസം കൂടി മാത്രം, പെട്ടെന്നാവുക. 2026 ഡിസംബർ 31 വരെ ലഭിച്ച ചെല്ലാനുകൾക്ക് 50% തുക മാത്രം അടച്ച് കേസുകൾ അവസാനിപ്പിക്കാനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്താൻ നിരവധി ആളുകളാണ് അവസാന നിമിഷം ശ്രമിക്കുന്നത്. മൊബൈലിൽ മെസ്സേജ് വരണമെന്നില്ല. മൊബൈൽ നമ്പർ മാറിയതോ അപ്ഡേറ്റ് ചെയ്യാത്തതോ കാരണം പലർക്കും തങ്ങളുടെ വാഹനത്തിന് ചെല്ലാനുണ്ടോ എന്ന കാര്യം അറിയില്ല. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഓൺലൈനായി പരിശോധിക്കാൻ സൗകര്യമുണ്ട്. ഇതിനായി പ്രത്യേക QR കോഡ് സംവിധാനമോ അല്ലെങ്കിൽ ഔദ്യോഗിക പോർട്ടലോ ഉപയോഗിക്കാം. QR കോഡ് സ്കാൻ ചെയ്ത് വാഹന നമ്പർ നൽകിയാൽ ഇതുവരെ തീർപ്പാക്കാത്ത ചെല്ലാനുകളുടെ ലിസ്റ്റ് ലഭിക്കും. 2026 ഡിസംബർ 31 വരെ റെക്കോർഡ് ചെയ്യപ്പെട്ട പെൻഡിങ് ചെല്ലാനുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. 50% ഇളവ്. മോട്ടോർ വകുപ്പിൻ്റെ mvd.com kerala.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. വാഹന നമ്പറോ ചെല്ലാൻ നമ്പറോ നൽകി ഓൺലൈനായി പണമടയ്ക്കാം. അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സമീപിച്ചാലും അവർ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരും. ഏപ്രിൽ 30 ശേഷം പിഴയടയ്ക്കുന്നവർക്ക് മുഴുവൻ തുകയും നൽകേണ്ടി വരും. അതിനാൽ ഉടൻ തന്നെ പോർട്ടൽ സന്ദർശിച്ച് ചെല്ലാനുകളുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. ചെല്ലാനുകൾ അടയ്ക്കാതിരുന്നാൽ പിന്നീട് ഇൻഷുറൻസ് തുകയോ മറ്റും അല്ലെങ്കിൽ പൊല്യൂഷനോ ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ ഈ ചെല്ലാനുണ്ടെന്ന് അവർ പറയും. അത് ആദ്യം ക്ലിയർ ചെയ്തിട്ട് വരാൻ പറയും. അങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാൻ പെട്ടെന്ന് നമ്മുടെ ചെല്ലാനുകൾ അടയ്ക്കാൻ നോക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്നത് വളരെയധികം നന്ദി. ഈ ഇൻഫോർമേഷൻ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ലൈക്കും കമൻസും രേഖപ്പെടുത്തുക.